തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും ഗ്ലാമർ വാർഡായ കഴക്കൂട്ടം 1-ാം നമ്പർ വാർഡ് ഇക്കുറി തീപ്പൊരി പോരാട്ടം. അരയും തലയും മുറുക്കിയാണ് കോൺഗ്രസും ഇടതുപക്ഷവും അവിടെ മത്സരരംഗത്തുള്ളത്. എന്ത് വില കൊടുത്തും മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം കോർപ്പറേഷനിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നാം വാർഡായി മാറിയ ആ വാർഡ് ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF പിന്നീട് നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു പ്രതികാരം അല്ലെങ്കിൽ ആ ഒരു കടം വീട്ടിക്കൊണ്ട് ഇക്കുറി ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് DCC ജനറൽ സെക്രട്ടറിയെ തന്നെ കളത്തിലിറക്കി മത്സരം ഒരു പടി ടൈറ്റാക്കാൻ UDF നേതൃത്വം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MS അനിൽകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. സ്ഥാനാർത്ഥി പര്യടനം അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. ഇനി വിരളിൽ എണ്ണാവുന്ന ദിവസം, അതായത് കൃത്യം പറഞ്ഞാൽ 10ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MS അനിൽകുമാറിൻ്റെ വിജയപ്രതീക്ഷയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കുറി എന്തൊക്കെയാണ് മുൻതൂക്കമായി കരുതുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് നമ്മളിന്ന് ചോദിച്ചറിയാൻ പോകുന്നത്. സ്വാഗതം ശ്രീ MS അനിൽകുമാർ. എന്താണ് അനുകൂല ഘടകമെന്ന് കരുതുന്നത്? 100% വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ആ വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് ഇവിടുത്തെ നേതാക്കന്മാരടക്കം പ്രവർത്തകരടക്കം വളരെ ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി നിന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിജയപ്രതീക്ഷയുടെ ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തത്, 2015 മുതൽ 25 വരെ LDF കൗൺസിലർമാരായിരുന്നു ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നത്. VK പ്രശാന്തും ഇപ്പോൾ കവിതയും. പക്ഷേ ഈ 10 വർഷവും LDFിൻ്റെ കൗൺസിലർമാർക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം വലിയൊരു ഘടകമായി നിൽക്കുകയും കഴക്കൂട്ടത്തെ വോട്ടർമാർക്കിടയിൽ അത് വലിയ ചർച്ചയുമാണ്. ജനാധിപത്യത്തിൽ വോട്ടവകാശത്തിന് വലിയ മഹത്വമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എപ്പോഴും ജയിക്കുന്ന ജനപ്രതിനിധികളുടെ കടമയും കർത്തവ്യവുമാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വോട്ടർമാരും നാട്ടുകാരുമൊക്കെ 5 വർഷത്തേക്കാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്നവർ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും അത് കളങ്കപ്പെടുത്തുന്നതിനും തുല്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ടത് തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അത് രാജിവെച്ചിട്ട് പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായി എപ്പോഴും അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറെ സാധ്യത കൂട്ടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. 2015-20 കാലഘട്ടത്തിൽ 1.25 വർഷം, അവസാനത്തെ 1.25 വർഷം കൗൺസിൽ ഇല്ലായിരുന്നെങ്കിൽ പ്രശാന്ത് രാജിവെച്ച് വട്ടിയൂർക്കാവ് MLA ആവുകയും, എന്നാൽ അതേപോലെ തന്നെ 2020-25 കാലാവധി പൂർത്തിയാക്കേണ്ട കൗൺസിലർ LS കവിത ആ കാലാവധി പൂർത്തിയാക്കാതെ 8 മാസം ശേഷിക്കവേ രാജിവെച്ചു എന്നുള്ള യാഥാർത്ഥ്യം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കഴക്കൂട്ടത്തെ എല്ലാ നാട്ടുകാർക്കും വോട്ടർമാർക്കും ഒക്കെ അറിയാവുന്നതാണ്. അത്തരം സാഹചര്യം സൃഷ്ടിച്ചത് അതിൻ്റെ ഉത്തരവാദി CPM LDFുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കവിത അവസാനമായി രാജിവെച്ചത്, ആ രാജിവെച്ച സാഹചര്യവും എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കുന്നില്ല. പക്ഷെ രാജിവെച്ചത് കഴക്കൂട്ടത്ത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കുണ്ടും കുളമായി കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്തതുകൊണ്ട് അത് സമയബന്ധിതമായി
അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെയുള്ള പ്രതിഷേധം കൊണ്ടല്ല. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടും ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടും കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുവാൻ അതിലുള്ള പ്രതിഷേധം കൊണ്ടല്ല. സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കാത്തതുകൊണ്ട് ഉള്ള പ്രതിഷേധം കൊണ്ടുമല്ല. കുടിവെള്ളം പല പ്രദേശത്തും കിട്ടാത്തത് കൊണ്ട് ഉള്ള പ്രതിഷേധമല്ല. ശുദ്ധജലവും മറ്റും പല സ്ഥലങ്ങളിൽ ലഭിക്കാത്തതുകൊണ്ടുള്ള പ്രതിഷേധം കൊണ്ടുമല്ല. തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു, അതിന് സമയബന്ധിതമായി പരിഹാരം കാണുവാൻ തിരുവനന്തപുരം നഗരസഭയിൽ കഴിയാത്തുള്ള പ്രതിഷേധം കൊണ്ടുമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജനഹിതമായി മാനിച്ചുകൊണ്ടോ ജനങ്ങളുടെ ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ല ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി രാജിവെച്ചു എന്നുള്ള കാര്യം കഴക്കൂട്ടത്തെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഞാൻ കഴിഞ്ഞ 3 ആഴ്ചയായി കഴക്കൂട്ടം വാർഡിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വീടുകളിലും പോയി. 100% വീടുകളിലും ഞാൻ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ വീടുകളിലും പോയി, ഭവനങ്ങളിൽ പോയി വോട്ടർമാരെ നേരിൽ കണ്ടു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പ്രാവശ്യമെങ്കിലും വാർഡിലെ വോട്ടർമാരെ അവർ വീടുകളിൽ പോയി നേരിട്ട് കാണുക എന്നുള്ള ദൗത്യം ഞാൻ ഇന്നലെ കൊണ്ട് പൂർണ്ണമായും പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെല്ലാം വല്ലാത്ത രീതിയിലുള്ള അസഹിഷ്ണുതയും ഒരു ജനവികാരവുമാണ്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം ഈ വാർഡിനെ പിന്നോട്ടടിച്ച വികസന മുരടിപ്പിലേക്ക് നയിച്ച കൗൺസിൽ ഭരണത്തിനുള്ള ഒരു വലിയ പ്രതിഷേധമാണ് വാർഡിലുടനീളം വോട്ടർമാരുടെ നിന്നും പ്രിയപ്പെട്ട നാട്ടുകാരുടെ ഇടയിൽ നിന്നും ബഹുമാന്യരായ എൻ്റെ എല്ലാ സഹോദരങ്ങളുടെ ഇടയിൽ നിന്നുമൊക്കെ കിട്ടിയ വിവരം അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് എനിക്ക് 100% വിജയം ഉണ്ടാകുമെന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വോട്ടർമാരെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഞങ്ങളോടാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കാലത്തേക്ക് ഈ വാർഡിനെ പ്രതിനിധീകരിക്കാൻ ഞങ്ങൾ ഒരു കൗൺസിലറെ തിരഞ്ഞെടുത്തിട്ട് ആ കൗൺസിലർ രാജിവെച്ച് പോയിക്കൊണ്ട് ജനങ്ങളെ വോട്ടർമാരെ വെല്ലുവിളിക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്ത ഒരു സ്ഥിതിയാണ് ഇന്ന് വാർഡിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലവും വോട്ടർമാരെയും ജനങ്ങളെയും പറ്റിക്കുകയും വെല്ലുവിളിക്കുകയും ചതിക്കുകയും ചെയ്ത ഒരു കൗൺസിൽ ഭരണമുണ്ടായിരുന്നു. ഈ കൗൺസിൽ ഭരണത്തിനിടയിൽ കഴക്കൂട്ടം വാർഡിൽ വളരെ പിന്നോട്ടടിച്ചു എന്നുള്ളതായി 50 വർഷം പിന്നോട്ടടിച്ചു എന്നുള്ളതല്ലേ. ഞാൻ ഇപ്പോൾ അവരെ വളരെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയുമോ? എന്ത് വികസനമാണ് കഴക്കൂട്ടം നടപ്പിലാക്കിയെന്നുള്ളത്? അപ്പോൾ ഞാൻ വാർഡിലൂടെ നീളം ചെല്ലുമ്പോൾ വരുന്ന വിഷയമെന്ന് വെച്ചാൽ റോഡിൻ്റെ വിഷയമാണ്, തെരുവ് നായ്ക്കളുടെ വിഷയമാണ്, കുടിവെള്ളം കിട്ടാത്തൊരു വിഷയമാണ്, ശുദ്ധജല പ്രശ്നമാണ്, സമയബന്ധിതമായി തെരുവുകളൊക്കെ കിട്ടാത്തതിൻ്റെ വിഷയമാണ്. 10-15 കുടുംബങ്ങളടങ്ങിയ വീടുകൾക്ക് അവർക്ക് വഴി നടക്കാൻ പോലും വഴിയില്ലാതെ നരകതുല്യവും മൃഗതുല്യവുമായ ജീവിതം അനുഭവിക്കുന്നു. മഴ പെയ്താൽ പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം, വീട്ടിന് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം, ചെറിയ മഴ പെയ്താൽ ഇന്ന് കഴക്കൂട്ടത്തിൻ്റെ ഒരു കാലത്തും വെള്ളം പൊങ്ങില്ല എന്ന് തന്നെ പല പ്രദേശങ്ങളും ഇന്ന് വെള്ളം പൊങ്ങുന്ന സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. ഇത്തരം രൂക്ഷമായ സ്ഥിതിയിലേക്കാണ് കഴക്കൂട്ടം വാർഡ് പോയിരിക്കുന്നത്. അങ്ങനെ അത്രയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടുകയും ജനങ്ങളെ യാതന അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കഴക്കൂട്ടം വാർഡിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന നല്ല പ്രതികരണം. ഞങ്ങൾ അവരോട് ഞങ്ങൾ പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, നിങ്ങൾ ഏൽപ്പിക്കുന്ന ദൗത്യം അത് വളരെ ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും നിർവഹിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് ഓരോ വോട്ടർമാരുടെയും വോട്ട് ചോദിച്ച് മുന്നോട്ട് പോകുന്നത്. എന്താണ് അടുത്ത 5 വർഷം ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉറപ്പെന്താണ്? ഞാൻ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വർഷം 5 തരൂ. 50 വർഷം എന്നെ ഓർമ്മിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ജനഹിത പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ കഴക്കൂട്ടത്തെ എൻ്റെ ആത്മമിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും അടക്കം വാക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയുന്നത്, ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകാൻ കഴിയില്ല, നമുക്കറിയാം എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത്. പക്ഷേ സഹജീവിയുടെ കണ്ണ് നിറഞ്ഞാൽ
അത് എൻ്റെയും ഹൃദയദുഃഖമാക്കാനും എൻ്റെ കണ്ണും ഈർണണിയും എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം എനിക്കുണ്ട്. ഞാൻ പഠിച്ച രാഷ്ട്രീയം അതാണ്. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമാണ് പഠിച്ചത്. അതുകൊണ്ട് കണ്ണീരുണങ്ങാത്ത, കണ്ണീരുപ്പ് കുടിക്കുന്ന ഒരു ജനത ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറക്കാതിരിക്കാൻ കഴിയില്ല. വാർഡിൻ്റെ പല പ്രദേശങ്ങളിലും പോകുന്നവർ ഇന്നും അതിദരിദ്ര ഇല്ലാത്ത കേരളം എന്ന് അവകാശപ്പെടുമ്പോൾ പോലും പല സ്ഥലങ്ങളിൽ ഞാൻ പോയപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഞാൻ ഈ വാർഡ് മുഴുവൻ പോയപ്പോൾ 7 കുടുംബങ്ങളാണ് എന്നോട് പറഞ്ഞത്, 1 സെൻറ്റ് ഭൂമിയില്ല, കയറിക്കിടക്കാൻ സ്ഥലമില്ല, പിന്നെ സ്വന്തമായി കെട്ടിടമോ സ്വന്തമായി ഭൂമിയോ ഇല്ലാത്ത 7ഓളം കുടുംബങ്ങൾ എൻ്റെ മുമ്പിൽ ഇന്നിവിടെ കഴക്കൂട്ടം വാർഡിൽ തന്നെ വന്നിട്ടുണ്ട്. അവർക്ക് പിന്നെ ചില വീട്ടുകാർക്ക് അടച്ചുറപ്പുള്ള വീടില്ല. ഇന്നലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞതാണ്, അവർക്ക് സ്വന്തമായി ഭൂമിയില്ല. ഞാൻ ഇന്നലെ അത് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തിരുന്നു. സ്വന്തമായി അവർക്ക് ഭൂമിയില്ല, സ്വന്തമായി കെട്ടിടമില്ല. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കാർഡെന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കാർഡായിരുന്നു, BPL കാർഡായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ കാർഡ് ഒരു ന്യായീകരണമില്ലാതെ കാർഡ് വാങ്ങിയിട്ട് അവർക്ക് വെള്ളക്കാർഡ് കൊടുത്ത് അവർ താമസിക്കുന്നത് താഴെപ്പാടിക്കാൻ ക്ഷേത്രത്തിന് സമീപമാണ് അവർ താമസിക്കുന്നത്. കഴക്കൂട്ടം വാർഡിലെ പാർട്ട് 1 അവർ താമസിക്കുന്നത്. അങ്ങനെയൊക്കെ ഇത്രത്തോളം ഞാൻ പറയുന്നത് ന്യായമായ ആനുകൂല്യങ്ങൾ അതിന് അർഹതപ്പെട്ട കൈകളിൽ എത്തണം. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അതിന് എന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടാകുന്നതും അതിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നതും. ഒരു കാരണം പറഞ്ഞും രാഷ്ട്രീയത്തിൻ്റെയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ടോ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്താതെ പോകരുത്. അത് വലിയ നീതി നിഷേധമാണ്. ഇന്നലെ എൻ്റെ മുമ്പിൽ ആ കുടുംബം കരയുകയായിരുന്നുള്ളതാണ്. എന്ത് ന്യായീകരണമാണ്? ഞാൻ ഇപ്പോൾ പറയുന്നത് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണം. BPL കാർഡ് വാങ്ങിയിട്ട് വെള്ള കാർഡ് കൊടുത്തത് സ്വന്തമായി ഭൂമിയില്ല, സ്വന്തമായി കിടപ്പാടമില്ല, അങ്ങനെയുള്ള കുടുംബത്തിന് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അടിയന്തരമായി പരിഹാരം കാണണം എന്നാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. കൂടാതെ ഞാൻ വിജയിച്ച് ഈ വാർഡിനെ പ്രതികരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉണ്ടാക്കണം, ശുദ്ധജലം ലഭ്യമാക്കണം, തെരുവ് നായ്ക്കളുടെ ശല്യങ്ങൾ കുറയ്ക്കണം, തെരുവ് വിളക്കൾ സമയബന്ധമായി തെളിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ തന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും കഴക്കൂട്ടം വലിയ IT നഗരമാണ്. ഈ പറയുന്ന കണക്ക് പല ശാസ്ത്ര സാങ്കേതിക ഹബ്ബ്, ആൾക്കാർക്ക് വായിക്കൊള്ളാത്ത തരത്തിലുള്ള വികസനങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന, അവനുകൂടി പ്രാപ്യമാക്കുന്ന, അഭികാമ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറയുവാനേ എനിക്ക് കഴിയത്തുള്ള കാര്യം. ഇവിടെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ വല്ലാത്ത രീതിയിൽ തള്ളിമറിച്ചിട്ടോ ഒരുപാട് കാര്യങ്ങൾ വ്യവസായ ഹബ്ബാണ്, IT ഹബ്ബാണ്, അല്ലെങ്കിൽ അത് ഡിജിറ്റൽ സംവിധാനം. ജനങ്ങൾക്ക് അതൊന്നും അല്ലല്ലോ. ജനങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ ചെന്നപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സാധാരണ വിഷയങ്ങൾ അത് ഭദ്രമായി പരിഹരിക്കണം. കാര്യം വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയണം, അവർക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ വേണം, അവർക്ക് ശുദ്ധജലം വേണം, അവർക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകരുത്, മാലിന്യ കൂമ്പാരങ്ങൾ മൂക്കുകുത്തി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. പിന്നെ ഈ പറയുന്ന തെരുവുകളൊക്കെ തെളിയണം, കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും കൈകളിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് അവർക്ക് ജീവിത സുരക്ഷിതത്വം വേണം. അങ്ങനെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനതയുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹജീവിയുടെ കണ്ണ് നിറഞ്ഞാൽ അത് എൻ്റെയും കണ്ണ് ഈർന്നണിയും എന്നുള്ള കാര്യം സംശയമില്ല. ആ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ രാഷ്ട്രീയ ബോധം തന്നെയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഏൽപ്പിക്കുന്ന ജോലി വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബഹുമാനപ്പെട്ട മുൻ KPC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കഴക്കൂട്ടം വാർഡിൽ ജനവിധി തേടുന്ന എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കേരളത്തിലെ ആദരണീയനായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് മുൻ KPC പ്രസിഡന്റ് BM സുധീരൻ അവർ 3-ാം തീയതി എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം നാലുമുക്ക് ജംഗ്ഷനിൽ നിന്നും ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ ഇതിലൂടെ എല്ലാം ഞാൻ വോട്ടഭ്യർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ പ്രിയ മിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ആത്മമിത്രങ്ങൾക്കും എന്നെ അറിയുന്നവർക്കും എൻ്റെ സഹപാഠികൾക്കും എൻ്റെ ഗുരുജനങ്ങൾക്കുമൊക്കെ ഞാൻ കൊടുക്കുന്ന ഉറപ്പ്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന
നിങ്ങളുടെ ചെറിയ വിഷയങ്ങൾ എൻ്റെ വലിയ വിഷയങ്ങളായി തന്നെ ഞാൻ കാണും. അതുകൊണ്ട് എപ്പോഴും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും എൻ്റെ ചിന്തകളിലോ എൻ്റെ പ്രവൃത്തിയിലോ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ഞാൻ എൻ്റെ വോട്ടർമാർ കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഞാൻ ഈ കഴക്കൂട്ടം IT നഗരമായ കഴക്കൂട്ടം ഞാൻ പല പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കഴക്കൂട്ടം നഗരം, അതായത് IT നഗരത്തിൽ ഇങ്ങനെയുള്ള പ്രദേശമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ആ IT നഗരത്തിനനുസരിച്ചുള്ള വികസനം കഴക്കൂട്ടത്ത് ഉണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞാൽ 10 കൊല്ലം ജനപ്രതിയായിരുന്ന കൗൺസിലർമാർക്കോ LDF മുന്നണിക്കോ അല്ലെങ്കിൽ CPM-നോ നഗരസഭയുടെ ഭരണം നടത്തിയിരുന്ന ഭരണ സംവിധാനത്തിനോ നിഷേധിക്കാൻ കഴിയുന്ന കാര്യമില്ല. IT നഗരമായ ഈ കഴക്കൂട്ടം നഗരം വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 100 കൊല്ലം പിന്നോട്ടടിച്ചു. കെടുകാര്യസ്ഥതയും വികസന മുരടിപ്പും കൊണ്ട് ജനങ്ങൾക്ക് നൽകിയത് വലിയ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല, ജനങ്ങളെ വഞ്ചിച്ച, ജനങ്ങളെ പറ്റിച്ച, ഉത്തരവാദിത്വ ബോധമില്ലാത്ത, സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ജനങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്നുള്ള പരാതിയും പരിഭവവും നീക്കിയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നേടുന്നത്. അതുതന്നെയാണ് എനിക്ക് ഇവിടെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന, സ്വാഭാവികമായിട്ടും നിങ്ങളെ ഞങ്ങൾ ഇപ്പോൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യം, നിങ്ങൾ 5 വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ പാതി വഴിയിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുമോ? ഞാൻ അവർക്ക് കൊടുക്കുന്ന ഉറപ്പെന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ കഷ്ടപ്പാടിലും ദുരിതത്തിലും സങ്കടത്തിലും നിങ്ങൾ ഒരുവനായി നിന്ന്, നിങ്ങളോടൊപ്പം നിന്ന്, നിങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പാണ് ഞാൻ അവർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ വോട്ടർമാരോടും സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. അപ്പോൾ 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ വികസന കാഴ്ചപ്പാട് എന്താണ്, പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ, രാഷ്ട്രീയത്തിനതീതമായി തൻ്റെ നാട് കൂടി അല്ലെങ്കിൽ തൻ്റെ പ്രദേശം കൂടിയായ ഈ 1-ാം വാർഡ് മേഖലയിലുള്ളവർ അകമഴിഞ്ഞ് പിന്തുണയ്ക്കും. അതുകൊണ്ട് 10 വർഷം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ഒരു വാർഡ് ഇക്കുറി ജനങ്ങൾ തനിക്ക് തരുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിൽ അത് നിറവേറ്റിയാൽ എന്തൊക്കെ ചെയ്തു തരുമെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. ബൈ.